ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ കേരള ബാങ്ക്, അതുപോലെ കേരാഫെഡ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹൈ ക്വാളിറ്റി ഉള്ള എക്സാം ആയിരിക്കും, കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിന്ന് കാണാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മളിനി മുതൽ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരള ബാങ്കിൻ്റെയും അതുപോലെ കേരാഫെഡ് അക്കൗണ്ടൻ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾക്കായും അതുപോലെ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിൻ്റെ ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഫോർ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ടോപ്പിക്കാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഈ 3 അക്കൗണ്ടിങ്ങും കേരള ബാങ്കിന് വേണ്ടിയുള്ളവർ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ക്ലാസ് നമ്മൾ 750 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെക്കോർഡഡ് സെക്ഷനായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഞാനിപ്പം സ്ക്രീനിൽ കാണിച്ച സെയിം നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം ഓട്ടോമാറ്റിക്കലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോ, അതുപോലെ ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്ത് അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, സോൾവൻസി, ലിക്വിഡിറ്റി, ഇതെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ടേമുകളാണ്. വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് ഒക്കെ തന്നെ. ഇപ്പം പ്രോഫിറ്റബിലിറ്റിയും സോൾവൻസിയും ലിക്വിഡിറ്റിയും ഒക്കെ തന്നെ നമുക്കറിയാം, റേഷ്യോ അനാലിസിസ് അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ 3 അനാലിസിസ് നമ്മൾ നടത്തുന്നത്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് നടത്തുന്നത് എങ്ങനെയാണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി അനാലിസിസിൽ നമ്മൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ റേഷ്യോസ് അവിടെ ചെയ്ത് നോക്കാറുണ്ട്. സോൾവൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷനൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന റേഷ്യോസാണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കറണ്ട് റേഷ്യോ, അസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി റേഷ്യോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് ആണ്. ഫണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മാനേജ്മെൻറ്റിൽ ഫണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. ഏതെങ്കിലും 2 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു അനാലിസിസ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫണ്ട് ഫ്ലോയ്ക്കകത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ശരിക്കും വരയ്ക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഇൻക്രീസ് ചെയ്തോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തോ, അതിൻ്റെ റീസൺ എന്താണ്? ആ ഒരു കോൺസെപ്റ്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് വഴി അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആകപ്പാടെ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അസറ്റും അതുപോലെ കറണ്ട് ലൈബിലിറ്റിയും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം അവിടെ 2 കോൺസെപ്റ്റുകളാണല്ലോ വരുന്നത്. ഷോർട്ട് ടൈം ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് കറണ്ട് അസറ്റും അതുപോലെ കറണ്ട് ലൈബിലിറ്റിയും. ഇത് രണ്ടുമാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, ഇതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ 2 അക്കൗണ്ടിങ് പീരീഡിലെ വർക്കിംഗ് ക്യാപിറ്റലിലെ ഡിഫറൻസ് ആണ് ആക്ച്വലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ വരയ്ക്കുക. ഓക്കെ, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയുമാണ് അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, then a transaction that does not make any change in working capital position. സിമ്പിളാണിത്. വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനിൽ ഒരു വ്യത്യാസവും വരാത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ ഫണ്ട് ട്രാൻസാക്ഷൻ. ഫണ്ട് റിലേറ്റഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം, ഇൻഫ്ലോ ഓഫ് ഫണ്ട് വന്നാലും
അല്ലെങ്കിൽ ക്യാഷ് വന്നാലും ക്യാഷ് ഔട്ട്ഫ്ലോ വന്നാലും ഒക്കെ തന്നെ അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ അത് ബാധിക്കും. എന്നാൽ നോൺ ഫണ്ട് ഇപ്പം ഡിപ്രീസിയേഷൻ നടന്നു, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു, അതൊരു നോൺ ഫണ്ട് ട്രാൻസാക്ഷനാണ്. ശരിക്കും ഒരു ഫണ്ടും പുറത്തോട്ട് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊവിഷനായിട്ട് നമ്മുടെ P&L അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം നോൺ ഫണ്ട് ട്രാൻസാക്ഷൻസാണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, കാരണം ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഇല്ല, റിയൽ ആയിട്ട് ലിക്വിഡ് മണി മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകുന്നില്ല. അത്തരം ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ നോൺ ഫണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. ആൻ എമൗണ്ട് സ്പെൻഡ് ഫോർ ഇറക്ഷൻ ഓഫ് ബിൽഡിംഗ് ഈസ് ഡെബിറ്റഡ് ഇൻ റിപ്പയേഴ്സ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ ഇറർ ഓഫ്. ഓക്കെ, നമുക്കറിയാം ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ്. ട്രയൽ ബാലൻസ് പഠിക്കുമ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് പഠിക്കുമ്പം ട്രയൽ ബാലൻസ് എന്താണ്, അത് ട്രയൽ ബാലൻസ് വരയ്ക്കുന്ന തന്നെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ടാണ്. അതുപോലെ ട്രയൽ ബാലൻസ് വരച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കുറച്ച് മിസ്റ്റേക്കുകളാണ്. പ്രധാനമായിട്ടും 4 ടൈപ്പ് മിസ്റ്റേക്കുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഇറർ ഓഫ് ഒമിഷൻ. ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളതിന് ഇറർ ഓഫ് ഒമിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പർച്ചേസ് നടന്നു, പർച്ചേസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചില്ല, അത് ഇറർ ഓഫ് ഒമിഷനാണ്. ദെൻ ഒരു പർച്ചേസ് നടന്നു, പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ചു, ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചില്ല, അത് പാർഷ്യൽ ഒമിഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്നതാണ് ഒമിഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാലോ 50 രൂപ എന്നുള്ള സ്ഥാനത്ത് 150 രൂപ എന്ന് എഴുതി, അല്ലെങ്കിൽ ശശിക്ക് കൊടുക്കേണ്ടത് രാജീവിന് കൊടുത്തു. അങ്ങനെയുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറഞ്ഞാൽ ഒരു ഇറർ മറ്റൊരു ഇററിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 1 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. എന്നാൽ സെയിം രീതിക്ക് 1 രൂപ കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് 1 രൂപ കൊടുത്തു. അപ്പം ആ 2 മിസ്റ്റേക്കുള്ളത്, ഇപ്പോൾ 1 രൂപ എന്നുള്ള കോൺസെപ്റ്റ് കോമ്പൻസേറ്റ് ചെയ്തു, കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തുമില്ല, മറ്റൊരാൾക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു. എങ്ങനെയുള്ള നെറ്റ് എഫക്റ്റിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വരുന്ന ഒരു മിസ്റ്റേക്ക് മറ്റൊരു മിസ്റ്റേക്കിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതുവഴി നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയും. എന്നാൽ അസറ്റുകൾ, ലോങ് ടൈം അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇററാണ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടൈം അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മിസ്റ്റേക്കാണ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ലോങ് ടൈം അസറ്റ് എടുത്തിട്ട് നമ്മൾ ലോങ് ടൈം അസറ്റ്, ഇപ്പോൾ ബിൽഡിങ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസിൽ കാണിക്കുമോ, അല്ലെങ്കിൽ ലോങ് ടൈം അസറ്റ് സെയിൽ നടത്തി നമ്മൾ സെയിൽസിൽ കാണിക്കുമോ, അല്ലെങ്കിൽ റിപ്പയേഴ്സ് നടന്നത് റിപ്പയേഴ്സ് അക്കൗണ്ടിൽ കാണിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ലോങ് ടൈം അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസ്, സെയിൽ, റിപ്പയേഴ്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ലോങ് ടൈം അസറ്റുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഇറർ ഓഫ് പ്രിൻസിപ്പിളിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഇതൊക്കെ ആക്ച്വലി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളാണ്. ഞാനൊരു ചെറിയ ക്ലാസ് കുറേ നാളെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ട്, അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക്